അങ്ങേയറ്റം നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് രാവിലെ മുതൽ ഇവിടെ കൂത്താട്ടുകുളത്ത് നടന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ് എന്ന് വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുകയാണ്. കേരളത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് എന്ന് പറയുന്ന കേരളത്തിലെ പരമോന്നത കോടതി എന്ന് പറയാവുന്ന ഹൈക്കോടതി ഇവിടെ നടക്കുന്ന ഈ അവിശ്വാസ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ അവിശ്വാസ മോഷന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഉത്തരവിടുകയും അതിനുവേണ്ടി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ മറ്റു കാര്യങ്ങൾ നിയോഗിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തിട്ട് ഈ കൗൺസിൽ അംഗമായ ഒരു കൗൺസിലർ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ബലമായി കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി CPM ഓഫീസിൽ കൊണ്ടുപോയി അടച്ചിട്ട് അവരെ ഹറാസ് ചെയ്ത് അവരെ അസഭ്യം പറഞ്ഞ് അവരെ മർദ്ദിച്ച് അവശയാക്കി ഇന്നിപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കണ്ടവരെ കാണാൻ വരുമ്പോൾ ഇവിടെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ അവർ നെയിം ബോർഡ് ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് FIS എടുക്കാനാണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണെന്നുള്ള പേരിൽ അവരെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുന്ന പരിശ്രമം പോലീസിനെ ഉപയോഗിച്ച് കൗൺസിലറെ ആ സ്ത്രീയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമോ? ഞങ്ങൾ വന്ന് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പ്രവർത്തക മൊബൈൽ ഉണ്ടായിരുന്ന അവരുടെ മൊബൈൽ ബലമായി സ്നാച്ച് ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹോസ്പിറ്റലിന് ചുറ്റും ആ സ്ത്രീയുടെ ജീവൻ സുരക്ഷിതമല്ല എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇവിടെ പോലീസ് അടക്കം ഒത്താശ ചെയ്തുകൊണ്ട് അവരെ എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ ആ സ്ത്രീയെ ഇവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. ഇവിടെ സുരക്ഷിതമല്ല ഇവിടുത്തെ പോലീസിൻ്റെ ബിഹേവിയർ. ഞാനിപ്പോൾ SP യുമായിട്ട് സംസാരിച്ചു, അദ്ദേഹം ഒന്നും അറിയാത്ത പോലെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും പോലീസിൻ്റെ ഒത്താശയോടുകൂടി നടന്ന ഒരു കിഡ്നാപ്പിങ്ങും അതിനുശേഷം ആ സ്ത്രീ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് ആ സ്ത്രീയെ സമ്മർദ്ദത്തിലാക്കി മൊഴി മാറ്റാൻ പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ വീണ്ടും സമ്മർദ്ദപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴിവിടെ നിലവിലുള്ളത്. ഒരു കാരണവശാലും കൂത്താട്ടുകുളത്ത് അവരെയും കൂടി ഞങ്ങൾക്ക് തുടരാൻ കഴിയില്ല. അങ്ങേയറ്റം മോശമായൊരു അന്തരീക്ഷവും അങ്ങേയറ്റം ഇവിടെ ഈ നാട്ടിൽ നിയമത്തിനും നീതിക്കും കോടതിക്കുമൊന്നും ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ നാട് മാറുകയാണ്. CPMൻ്റെ ഗുണ്ടായുസത്തെ ഭയപ്പെട്ട് ആളുകൾ ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു. ഈ വിഷയം തീർച്ചയായിട്ടും കേരള പൊതുസമൂഹം ഗൗരവമായി കാണേണ്ടതുണ്ട്. ഒരു പാവപ്പെട്ട സ്ത്രീയെ എന്തുമാത്രം ഏതെല്ലാം രീതിയിൽ അവർ ഹരാസ് ചെയ്തു എന്ന് അവർ തന്നെ നിങ്ങളോട് പറയും. നിങ്ങളത് കേൾക്കണം. കാരണം ആ സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്ത് ആക്ഷേപിച്ച് അവരിപ്പോൾ എന്നോട് പറഞ്ഞതാണ്. അവർ ആ ടൗണിൻ്റെ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന ടൗണിലെ കൗൺസിലറാണ്. ആ കൗൺസിലറെ ആ പ്രദേശത്ത് അവിടെ വെച്ച് തന്നെ നിന്നുകൊണ്ട് വസ്ത്രാക്ഷേപം വലിച്ചു കയറി സാരി വലിച്ചൂരി അവരെ മർദ്ദിച്ച് അവരെ അവശയാക്കി അവരെ അധിക്ഷേപിച്ച് ഭയങ്കരമായി തെറി വിളിച്ച് മാനസികമായി പീഡിപ്പിച്ച് അവരുടെ കാലടക്കം വലിയ പരിക്കേറ്റപ്പോൾ നിൻ്റെ കാല് വെട്ടി നിനക്ക് തന്നുവിടാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്ത് ഒടുവിൽ അവരെ ആശുപത്രിയിലാക്കിയപ്പോൾ ഇപ്പോൾ പോലീസ് അടക്കം നിന്ന് അവരെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി അവരെ മൊഴി മാറ്റാനും അവരെ മാറ്റി പറയിപ്പിക്കാനും അവരെ ഭയപ്പെടുത്താനും ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ആശുപത്രി മാറ്റം ഇന്ന് തന്നെ അനിവാര്യമായി ചെയ്യണം. ഇന്ന് രാത്രിയിൽ അവരെ ഇവിടെ സുരക്ഷിതയായി നിർത്താൻ കഴിയില്ല. പോലീസ് മൊഴിയെടുക്കാനെന്നുള്ള വ്യാജേന മൊഴിയെടുക്കാനെന്നുള്ള രീതിയിൽ ആ സ്ത്രീയെ സമ്മർദ്ദപ്പെടുത്താനും ആ സ്ത്രീയെ ഹരാസ് ചെയ്യാനും ഇവിടെ നെയിം ബോർഡ് ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങൾ കണ്ടാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് മാറി എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരായ DYSP CA അടക്കമുള്ളവരുടെ ഒത്താശയോടുകൂടിയാണ് ഇത് പരാജയപ്പെടുത്തിയത്. ഇത് കേരള പൊതുസമൂഹത്തിനോട് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിന് മേലുള്ള ഒരു മുഖത്തേറ്റ അടി മാത്രമല്ല, ഹൈക്കോടതിയുടെ മുഖത്ത് CPM നൽകിയ ഒരു അടിയാണ്. ഒരു ഉത്തരവുമായിട്ട് പോലീസുകാർ വന്നിട്ട് ഒരു ഉത്തരവുണ്ടായിട്ട് പോലും ഒരു കൗൺസിലർക്ക് സമാധാനപരമായി വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു നാടായി കേരളം മാറി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥിതിയാണ്. അതെ, കൗൺസിലർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ മൊബൈൽ തട്ടിപ്പറിക്കുന്നത്. ആ മൊബൈലിൽ പകർത്തിയാൽ അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം? ഒരു മൊബൈല് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിക്കാൻ ഒരു പോലീസിന് എന്ത് റൈറ്റാണ് ഉള്ളത്? ഇറ്റ്സ് ഓൾ അബൌട്ട് പോലീസ് അട്രോസിറ്റീസ് ഈസ് ഹാപ്പനിങ്. ഇത് അങ്ങേയറ്റം ഗൗരവമുള്ള ചെറിയൊരു കാര്യമല്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് CPM കാണിക്കുന്ന അക്രമം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അവരുടെ രീതിയും ശൈലിയും അതാണ്. പക്ഷേ കേരളത്തിൻ്റെ പോലീസ് എന്നാണ് ഇങ്ങനെയായതെന്ന് ഞങ്ങൾക്കറിയില്ല. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹം ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം ഈ നിലയിൽ വിക്റ്റിമായി കിടക്കുന്ന ഒരു സ്ത്രീയോട് ഇതുപോലെ പെരുമാറുന്ന ഒരു പോലീസാണോ കേരളത്തിൻ്റെതെന്ന് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കേണ്ടതുണ്ട്. MLA എന്ന രീതിയിൽ സന്ദർശിക്കുന്ന ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ MLAക്കെതിരെ എന്തെങ്കിലും നടപടികൾ അല്ല, എന്നോട് അവർ വളരെ സമാധാനമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ പോലീസുകാർക്ക് ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ.
അവർ ഉണ്ടായ കാര്യങ്ങൾ, വസ്ത്രാക്ഷേപമടക്കം നടന്ന കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാര്യം പോലീസിനില്ലല്ലോ. അതാണ് അവർ ശ്രമിച്ചത്. ആ കാര്യം പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്.